അപ്പോൾ ചേട്ടാ ഏറ്റവും നല്ലൊരു അടിപൊളി വിശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പബ്ലിഷ് ചെയ്ത ടൈറ്റിൽ അനൗൺസ്മെന്റ് അതും വെറൈറ്റി ആയിട്ട് കിടുക്കാശിയായിട്ട് ചെയ്തു യക്ഷിപ്പടം. അപ്പോൾ ഒരു നമ്മുടെ മാളികപ്പുറത്തിന് ശേഷം ഭക്തി പ്രചരിപ്പിച്ചു, ഇനി അങ്ങോട്ട് കുറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു. അല്ല, ഇനി അങ്ങോട്ട് പ്രേതത്തിന്റെ സാന്നിധ്യം പ്രചരിപ്പിക്കാനാണോ ഉദ്ദേശം? അങ്ങനെയൊന്നുമല്ല. ഭക്തി എന്ന് പറയുന്നത് മോശം കാര്യം വല്ലതാണോ? ഭക്തി എന്ന് പറയുന്നത് ആ സിനിമ ഒരിക്കലും ഭക്തിയെ പ്രചരിപ്പിച്ച സിനിമയൊന്നുമല്ല. അതൊരു കുട്ടിയുടെ ആഗ്രഹത്തിന് വേണ്ടി കുട്ടി ഇറങ്ങിപ്പോകുന്നു, അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കേരള പോലീസ് നിൽക്കുന്നു. ഒരു പക്ക ത്രില്ലർ പടമാണ്. അതിൻ്റെ ട്രെയിലർ വേണേൽ മാറ്റി ഒന്ന് കട്ട് ചെയ്ത് അത് ത്രില്ലർ പടമാക്കി ഞങ്ങൾ കാണിച്ചു തരാം. അത് ത്രില്ലർ മൂവിയാണ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. യക്ഷിപ്പടം പണ്ടോട്ടെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു യക്ഷിപ്പടം ചെയ്യണമെന്ന്. അതിന് കൃത്യമായ ഒത്തു വന്നപ്പോഴാണ് സുമതി വളവ്. ഒരു 5 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. മാളികപ്പുറത്തിന് മുന്നേ ഞങ്ങൾ ആഗ്രഹിച്ച സിനിമയാണ് സുമതി വളവ്. അപ്പോൾ അത് ഇപ്പോഴാണ് അതിൻ്റെ ഒരു വലിയ ക്യാൻവാസ് ചെയ്യാനുള്ളൊരു പ്രൊഡക്ഷൻ വരുന്നത്. പിന്നെ നല്ല പ്രിപ്പറേഷൻ വേണ്ട സ്ക്രിപ്റ്റാണ്. കാരണം അതൊരു പീരിയോഡിക്കൽ പരിപാടിയാണ്, ഒരു 90s-ലും 60s-ലും നടക്കുന്ന കഥയാണ്. അപ്പോൾ അതെല്ലാം കൂടെ വന്ന് ഓക്കെ ആയിരിക്കും. നമുക്ക് യക്ഷിനെ വീണ്ടും ഇറക്കാം. 2024 യക്ഷി എങ്ങനെ വർക്കാവും നോക്കട്ടെ. അപ്പോൾ ആ ഒരു സുമതി വളവിന് വേണ്ടിയിട്ടേ കുറേ അവിടെ, കാരണം ചേട്ടൻ എന്തായാലും മുന്നിൽ കാണുന്ന റിയൽ ലൈഫിനെയാണ് കഥയേക്കുന്നത്, സ്ക്രിപ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പോയപ്പോഴുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ സുമതിനെ കണ്ടോ? സുമതി വളവ് ഞങ്ങൾ പോയത് രാത്രി, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ രാത്രി ഞാൻ, നമ്മുടെ നിരഞ്ജൻ, മണിയമ്പിൾ രാജുവിൻ്റെ മകൻ നിരഞ്ജന്, അർജുന്, വിഷ്ണു, ഞങ്ങൾ മ്യൂസിയുടെ രഞ്ജിൻ്റെ, ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അതാ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. രാത്രി 12 മണിക്ക് നല്ല മഴ. ആ മഴയത്ത് സുമതി വളവിൽ ചെന്ന് ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അത് ഞങ്ങൾ സമയത്ത് മേക്കിങ്ങിൽ കിട്ടുന്നൊരു സാധനം അവിടുന്ന് കിട്ടാൻ വേണ്ടി പോയതാണ്. അത് പിന്നെ ഉറപ്പായിട്ടും നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് 2 കാര്യം. ഇപ്പം ഈ ഒരു മുറിയിൽ ഒരു 10 പേര് പറയുകയാണ്, 10 പേർക്ക് 10 അനുഭവം പറയുകയാണ്, ഞാൻ അത് കണ്ടു ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ 11ാമനായിട്ട് ഈ കഥകൾ മുഴുവൻ കേട്ടിട്ട് ഇവിടെ വരുന്ന എനിക്ക് തോന്നും ഇവിടെ ഈ സാധനം ഉണ്ടെന്ന്. അത് മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് എന്ന് പറയുന്ന പോലെ സുമതി വളവിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഒരുപാട് കഥകൾ പറയുന്നു. ആ വളവിൽ മറ്റേ വണ്ടി ഓഫാവുന്നു, ആ വളവിലെത്തുമ്പം വെള്ള സാരി എടുത്ത് ആരെ കാണുന്നു, അല്ലെങ്കിൽ കൈ കാണിച്ച്, ഇത് കുറേ കഥകൾ കേട്ട് അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ആ വൈബ് തോന്നും, അയ്യോ ഇവിടെ ഉണ്ടോ. അപ്പം നമ്മളൊരു മരത്തിൻ്റെ ഇളക്കം കണ്ടാൽ പോലും, നിഴൽ കണ്ടാൽ പോലും നമ്മളിത് അയ്യോ ഇത് യക്ഷിയാണെന്ന് ഓർത്ത് പേടിച്ച്, ഇങ്ങനെ ആയിരിക്കാം പല കഥകൾ. പക്ഷേ പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, അത് മറ്റൊരുത്തന്നെ അത് ശരിയാവണമെന്നില്ല, എൻ്റെ വിശ്വാസം പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എഴുതുമ്പോൾ നമ്മളതിനെ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി മിക്സ് ചെയ്തിട്ടായിരിക്കും വിഷ്വലി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പക്ഷേ ഒരിക്കലും തിരുവനന്തപുരം പാലോടുള്ള സുമതി വളവുമായിട്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ സുമതി വളവിന് ഒരു ബന്ധവുമില്ല. ആ സ്ഥലത്ത് നടന്ന കഥയോ അല്ല സിനിമ ചെയ്യാൻ പോകുന്നത്. ഇത് വേറൊരു കഥയാണ്. അതിലേക്ക് ഈ വളവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ എടുത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് സിനിമ തിയേറ്ററിൽ കാണുന്ന ഓഡിയൻസിന് മനസ്സിലാവും. വെച്ചിട്ട് കൂടുള്ളവരെല്ലാരെയും പേടിപ്പിച്ചിട്ടുണ്ട്, നന്നായി പേടിപ്പിച്ചു. നിരഞ്ജനേട്ടൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് പോയി കിടന്നുറങ്ങാൻ പോലും പേടിയായി. നിരഞ്ജനാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ നിരഞ്ജൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ട് ഇരിക്കുക, നിരഞ്ജൻ ചേട്ടാ എൻ്റെ പുറകിൽ ആരോ പിടിക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ പുറകിൽ നിന്ന് രഞ്ജിൻ്റെ ആഴ്ച പേടിച്ചിട്ട് സീറ്റ് കൈ വെച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിരഞ്ജനെ സംബന്ധിച്ച് പെട്ടെന്ന് അവൻ പേടിച്ചത് ദൈവമേ പുറകിൽ ആരോ കൈ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ പേടിയാണ് നമ്മുടെ തിയേറ്റർ ചിരിപ്പിക്കാൻ പോകുന്നത്. ആ പേടി ഞങ്ങൾ തിയേറ്ററിൽ കൊണ്ട് വെക്കുമ്പോൾ കാണുന്ന ഓഡിയൻസിന് ശരിയായി മാറും. എന്നാൽ അതിൽ സീരിയസ് ആയിട്ട് കുറച്ച് മാറ്റേഴ്സ് പറയുന്നുണ്ട്. ഇതിനെ കണക്ട് ചെയ്യുന്നത് പഴയ കാലഘട്ടത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് എല്ലാ ടൈപ്പ് ഓഡിയൻസിനും ഇഷ്ടപ്പെടും, കുട്ടികൾ മുതൽ. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് മാളികപ്പുറത്തിന് കണ്ട് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫാമിലി ഓഡിയൻസിനും കൂടെ ഇഷ്ടപ്പെടുന്ന പോലെ, എന്നാൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനും അതേ വൈബിൽ തന്നെ പിടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പരിപാടി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് റിലീസ് ഇരിക്കാൻ ശ്രീബാല ഈ മാസം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുക. ഞാൻ ഇതുവരെ ചെയ്ത ജോണറിൽ നിന്ന് വിട്ടിട്ടുള്ളൊരു ജോണറാണ് ഫുൾ ഓൺ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ കടാവറിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നെങ്കിൽ പോലും അതിൽ റിവഞ്ച് ഇൻവെസ്റ്റിഗേഷനാണ് ക്ലൈമാക്സ് എത്തുമ്പോൾ. പക്ഷേ ഇതല്ല, ഇത് പക്ക നമ്മൾ കണ്ടിട്ടുള്ള ഈ പറയുന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകളോട് നമ്മൾ ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു പടം. പിന്നെ അപ്പം ഇനി എന്താ പറയുക, കുറച്ചൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എയർ കയറാറൊക്കെ അല്ലേ? ഞാൻ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷെ ആ തുടക്ക സമയത്ത് വയ്യാതായിരുന്നു. മാളികപ്പുറം കൊണ്ട് ഞാൻ ആവശ്യത്തിന് കണ്ട് തിരിച്ചു വന്നതാണ്. പിന്നെ രസമല്ലേ ഇങ്ങനെ നടക്കാൻ, രസമാണ്. അപ്പോൾ നമ്മുടെ ഈ സിനിമയിലുള്ളവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് എയർ കയറുന്നുണ്ട്. ഇപ്പോൾ
നമ്മുടെ ഷൈൻ ചേട്ടനായാലും ഷൈൻ ഷൈൻ ചേട്ടന് രണ്ടുപേരും ഇപ്പൊ ഉണ്ട്. ഉണ്ണിച്ചേട്ടൻ വിഷയം ഇതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരുമിച്ചാണ് ശൂന്യാകാശത്തും താഴെ വന്നത്. അങ്ങനെയല്ല, ഇത് സോഷ്യൽ മീഡിയക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഷെയ്ൻ നിഗം ഉണ്ണി മൂന്നൻ ഇഷ്യൂ, സത്യം പറഞ്ഞാൽ അവർ തമ്മിലുള്ള സംസാരിച്ച ഒരു കാര്യം, ഷെയ്ൻ പറഞ്ഞൊരു കാര്യത്തിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയ വലിയ ന്യൂസാക്കുന്നു. എന്നാൽ ഷെയ്ൻ അതിനെ കൃത്യമായി തന്നെ അത് പറഞ്ഞതിൽ ഇങ്ങനൊരു തെറ്റ് വന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവൻ സോറി പറയുന്നു. അത് ഉണ്ണിക്കത് ഓക്കെയാണ്, അതവിടെ കഴിഞ്ഞു. പക്ഷേ എന്നിട്ട് ഇതിനിങ്ങനെ ചർച്ച പൊയ്ക്കൊണ്ടിരിക്കുക, എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഷൈൻ ചേട്ടൻ്റെ കാര്യം പറയാം, ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര അത്ഭുതത്തോടാണ് ഒരു ആർട്ടിസ്റ്റ് ഷൈൻ ചേട്ടൻ. പുള്ളി ഏത് ലെവലിൽ നിന്നാണ് ഇവിടെ വരെ എത്തിയത്. പുള്ളി എടുത്തൊരു ഹാർഡ് വർക്ക്, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിൽ നിന്നും ഇന്ന് ഇത്രയും ഡിമാൻഡുള്ളൊരു ആക്ടറായി മാറുക. പിന്നെ അദ്ദേഹത്തിൻ്റെ രീതികൾ സംസാരിച്ച കാര്യം പറഞ്ഞ പോലെ ഷൈൻ ചേട്ടൻ്റെ കാര്യം പുള്ളിയായിട്ട് ചെയ്യുന്ന ഒരു PR വർക്ക് ഉണ്ട്, അല്ല പുള്ളിയുടെ ഒരു ബ്രാൻഡ് അല്ല, അത് ഓരോരുത്തർ ഓരോ രീതിയാണ്. അപ്പോൾ ഷൈൻ ചേട്ടൻ ഹീസ് ആൻ ആക്ടർ. അപ്പോൾ പുള്ളിക്ക് ആളുകളുടെ ഇടയിൽ നിൽക്കുന്നത് വേറൊരു സ്റ്റാർഡത്തിലാണ്. അപ്പോൾ പുള്ളിയുടെ ബിഹേവിയറും കാര്യങ്ങളും ചിലപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടില്ല, ചിലർക്കത് ഓക്കെ ആയിരിക്കും. ഞാൻ ഷൈൻ ചേട്ടനെ കണ്ട സമയത്തൊക്കെ ഷൈൻ ചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതും ഒക്കെ ഈ ഷൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ നിന്നിട്ടുള്ള, അവിടെ നമ്മുടെയൊക്കെ വേറൊരു മൂടി സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്കറിയാവുന്ന ഷൈൻ ചേട്ടൻ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഈസ് എൻ ഓക്കെ പേഴ്സൺ ഫോർ മീ. അതുകൊണ്ട് തന്നെ ഷൈൻ ചേട്ടനൊക്കെ നമുക്ക് ഭയങ്കര ദോസ്താണ്. ഇതിനിടയിൽ ഞാൻ വിട്ടുപോയ ഒരാളുണ്ട്, നമ്മുടെ ദേവനന്ദ. പരിപാടിക്ക് തോന്നുന്നു ടൈറ്റിൽ ലോഞ്ചിനാണ് ആളൊന്ന് താഴെ എത്തിയത്. ഞാൻ അവിടെ പറഞ്ഞല്ലോ, അവൾ ഏറെ ഞങ്ങൾ താഴെ കൊണ്ടുപോകുന്നത്. എന്തിനാണ് ഒരു കുട്ടി അവളുടെ ലൈഫിലെ എക്സ്പീരിയൻസിൽ അവൾ സംസാരിച്ചു. 10 വയസ്സുള്ളൊരു കുട്ടിക്ക് ലൈഫിൽ സാധാരണ ഇപ്പോൾ എൻ്റെ മകൾക്ക് 10 വയസ്സാണ്, എൻ്റെ മകൾക്ക് ലൈഫിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ എക്സ്പോഷറും എക്സ്പീരിയൻസും ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടി വളർന്നു വന്ന സാഹചര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് കോമിക് പുസ്തകങ്ങളാണെങ്കിൽ ആ കുട്ടി വായിച്ച് വളർന്നേക്കുന്നത് ഇംഗ്ലീഷ് നോവലുകൾ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ മാളികപ്പുറം ചെയ്യുന്ന സമയത്ത് ഉണ്ണിയും ഞങ്ങൾ ഞെട്ടിയിട്ടുണ്ട്. ഈ കുട്ടി ഫ്രീ ടൈം ഇടുമ്പോൾ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ അതിശയമായി. ഒരു 9 വയസ്സ്, അന്ന് 9 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ളൂ. 8 വയസ്സ് 9 വയസ്സുള്ള കുട്ടിയാണ് ഇതൊക്കെ വായിക്കുന്നത്. അപ്പോൾ ആ കുട്ടി, എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നില്ല. അവളൊരു ഗിഫ്റ്റഡ് ചൈൽഡാണ്. അപ്പോൾ അവളുടെ ലൈഫിൽ അവൾ എക്സ്പീരിയൻസ് ചെയ്തതെന്നാണ് അവൾ സംസാരിക്കുന്നത്. അപ്പോൾ അതവൾ പറഞ്ഞു. അവളത് പറഞ്ഞപ്പോൾ അവൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു. മേ ബി അവൾ കണ്ടിട്ടുള്ളതും അവളുടെ കൂടെയുള്ള കുട്ടികളും അങ്ങനെ ആവാം. അപ്പോൾ അവളത് പറഞ്ഞതിന് എന്തിനാണ് ഇങ്ങനെ പ്രശ്നമാവുന്നത്? പിന്നെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ എന്തും ആരെയും പറയാം എന്ന് ഉള്ളൊരു ധാരണ മാറ്റിയൊരു കേസാണ് അത്. കാരണം എനിക്ക് തോന്നുന്നു 22ഓളം പേർക്കെതിരെ കേസ് വന്ന് അവരുടെ അക്കൗണ്ട്സ് ഡിസേബിൾ ആയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഡിസേബിൾഡായ അക്കൗണ്ട് ഹോൾഡേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേട്ടാ ഒന്ന് അവരോട് സംസാരിച്ച് കേസൊന്ന് മാറ്റി തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായില്ലേ. ഞാൻ പറഞ്ഞു ഇതിൽ എനിക്കൊന്നും അറിയില്ല, ഞാൻ അവരോട് പറയാം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളുടെ അതിശയം എന്താ വെച്ചാൽ, സിനിമയ്ക്കുള്ളിലുള്ള കുറേ ആളുകൾ ആ കുട്ടീനെ ക്രിട്ടിസൈസ് ചെയ്തു. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എപ്പോഴും അങ്ങനെയല്ലേ, ഒരാളെ കളിയാക്കുമ്പം കിട്ടുന്ന അറ്റൻഷൻ ആണല്ലോ ഇവിടുത്തെ പ്രൊമോഷൻ. അപ്പോൾ അത് ചെയ്യുന്നവർ ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ എത്ര ദിവസം പോകുന്നു? നമുക്കൊരാളെ കളിയാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ അവരുടെ സൈഡിൽ നിന്നും ചിന്തിച്ച് നോക്കണം, അവർ ചെയ്തതിൽ ശരിയുണ്ടോ, എന്നിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകണം. അല്ലാതെ കാണുമ്പോഴേ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം ഒരു കാര്യത്തെപ്പറ്റി ഒരാൾ നല്ലത് പറഞ്ഞു, 2 നല്ലത് പറഞ്ഞാൽ 3ാമത്തെ ആൾ ഞാനിനി നല്ലത് പറഞ്ഞാൽ ശരിയാവില്ല, നല്ലതങ്ങ് പറഞ്ഞു പോകും. ഇതേപോലെ തന്നെയാണ്, ഒരാൾക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല, അവനത് നെഗറ്റീവ് ഇട്ടു, 2 ഇട്ടു, 3 ഇട്ടു, 4ാമത്തെ ആൾ ഞാനിനിയും പോസിറ്റീവ് പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടും, അപ്പോൾ അവർ നെഗറ്റീവ് ഇടും. ഇങ്ങനെയാണ് പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില വീഡിയോയിൽ നെഗറ്റീവ് കൂടും, ചിലരോട് പോസിറ്റീവ് കൂടും. അപ്പോൾ എന്തായാലും ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളെല്ലാം അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്നെ ഏറെ കയറാനുള്ള എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ പറയണം മുന്നേ കേട്ടോ, പ്രിപ്പയർ ആവും.